ഹായ് കൂട്ടുകാരെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അടീനത്തിൻ്റെ വീഡിയോ ഒന്നും ഇടലില്ല. എന്താണെന്നറിയാലോ, ഗ്രാഫ്റ്റ് ചെയ്തത് കൊടുക്കാനിപ്പോൾ ഇല്ല. ഒരു 4-5 പ്ലാന്റ്സ് ഒക്കെ ഉള്ളൂ കൊടുക്കാൻ. അതൊക്കെ എല്ലാവരുടെ അടുത്തും ഉള്ളതുകൊണ്ടാണ് ആരും അതിന് ഓർഡർ തന്നില്ല. ആ 4-5 ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഷെഡൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനി ഇതിന് തട്ടൊക്കെ അടിക്കാനേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് ദിവസം മഴ കിട്ടാത്തതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നടന്നത്. അപ്പം ഷീറ്റിട്ടുകൊണ്ട് ഇനി മഴയാണെങ്കിലും നമുക്ക് തട്ടടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ വീടും ഷെഡും തമ്മിൽ കുറച്ച് അകലുണ്ട്, ഒരുപാടൊന്നുമില്ല, ഇത്രയും ദൂരം. ഇപ്പം ഇത് വീടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കൂടെയുള്ള വഴിയാണ് കേട്ടോ. നമുക്ക് ഈ ഷെഡിലേക്ക് വരുന്നത് വീടിൻ്റെ മറ്റേ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. അപ്പോൾ ആ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഗ്രാഫ്റ്റ് ചെയ്യാൻ എല്ലാ ചെടികളും ആവാത്തതുകൊണ്ടാണ് ഗ്രാഫ്റ്റിങ് കുറച്ച് വൈകുന്നത്. അതിൻ്റെ ഒരു മൂപ്പുണ്ടല്ലോ. പിന്നെ ഇപ്പം മഴയായതുകൊണ്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഷെഡിൻ്റെ പണിയായിട്ട് ഇവിടേക്കൊന്നും ബാബുച്ചേട്ടന് ഇപ്പോൾ നോട്ടം എത്തുന്നുമില്ല. പിന്നെ എന്താ നേരത്തെ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ചെടികൾ, അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടേക്ക് നോട്ടം എത്താത്തതിൻ്റെ കുറച്ച് വിത്തുകളൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോഴും അന്നേരം ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുള്ളായിരുന്നു. ഇപ്പം കാണിച്ചു തരാം. അപ്പൂപ്പന്താടി പോലെ ഇപ്പുറത്തെ വശത്തുണ്ട്, കണ്ടോ. പിന്നെ ഇത് ഇവിടുന്ന് ദൂരോട്ടൊന്നും പാറില്ല. ഈ അടുത്ത കവറിലേക്കൊക്കെ തന്നെ പോകുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ അപ്പൂപ്പന്താടി പോലെയാണ്. ഇതൊക്കെ അടിഞ്ഞുള്ള ആൾക്കാരുടെ വീട്ടിലുണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അടീനത്തിൻ്റെയൊക്കെ വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ പരിചയമായിരിക്കും. എന്നാലും പിന്നെ എല്ലാം കവറുകളൊക്കെ മണ്ണൊക്കെ നിറച്ച് സെറ്റായി ഇരിക്കുകയാണ്. നമുക്ക് കണ്ടില്ല, ഇതൊക്കെ നല്ല പൂക്കളോട് കൂടിയല്ലേ എല്ലാവരും കണ്ടത്. ഇപ്പം പൂക്കളൊന്നും ഇല്ല. ഇനി എന്തായാലും ഷെഡിലേക്ക് മാറ്റാനായി. ഇപ്പം പണീൻ്റെ കുറച്ച് പണിയുടെ ഉണ്ട്. ആ തട്ടും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങോട്ട് മാറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നിൽക്കുക. ഇന്നൊരു ചെറിയ ഗ്രാഫ്റ്റിങ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പം ബാബുച്ചേട്ടൻ തന്നെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത്, ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ, ആ തുണിയിലേക്ക് ഇറ്റിച്ചു കൊടുത്തത്. അപ്പം നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഇതൊന്നും വലിയ പുത്തരി ആയിരിക്കില്ല. പിന്നെ ആർക്കെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രാഫ്റ്റിങ് കൂടി ബാബുച്ചേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്ന്. അതിന് വേണ്ടിയിട്ട് അവിടുന്ന് 2 ചെടികൾ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ 2 ചെടിയിലേക്കാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടിയായിട്ട് എടുക്കുന്നത്. അപ്പം അതിന് ഒരു കണക്കുണ്ട്, അതെന്താണെന്നുള്ളത് ബാബുച്ചേട്ടനെ അറിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം താഴെയുള്ള ചെടികളൊക്കെ പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിന്നാണ് കട്ടിങ്സ് എടുക്കുന്നത്. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ചുവന്ന പൂവാട്ടോ, നടുവശത്തൊരു സ്റ്റാർ പോലെയൊക്കെയുള്ള. കട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുളപ്പിച്ച 2 തൈകളാണ് എടുത്തത്. അതിൻ്റെ മേലെ വശം 2ഉം കട്ട് ചെയ്തു. ആ തുണി വെച്ച് വീണ്ടും തുടച്ചിട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒട്ടിച്ച് കത്തി എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത് കൊണ്ട് നിൽക്കണം. അപ്പോൾ ഈ നമ്മൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചെടീനെ സൈൻ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞത് എനിക്ക്. പിന്നെ അതിന് വേണ്ട ഇങ്ങനത്തെ ഒരു ഈ പേപ്പർ കൊണ്ടാണ് അത് ടൈറ്റാക്കി വെക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ 2 ഇന്നിപ്പം ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും ഇവിടെ. ഇതിപ്പോൾ ആ ഒരു ചുമപ്പിൻ്റെ മാത്രം, അത് നല്ല മറ്റേ കട്ടച്ചുവപ്പല്ല, കണ്ടില്ല ആ ചെടി. ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ലീഫിനോടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇല കൊഴിഞ്ഞു പോയ അപ്പുറം ഇപ്പുറയും 2 എണ്ണമായിട്ടുള്ള ഒന്നതോ ഒന്നിപ്പുറം, മനസ്സിലായില്ലേ? അങ്ങനെ 2 ലീഫിനോട് ഇങ്ങനെ കറക്റ്റ് നല്ല അങ്ങനത്തെ ഒരു പീസാണ്. അത് കറക്റ്റായിട്ട് ആ ഒരു പാകത്തിന് ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ആരെങ്കിലും ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക.
സിമ്പിളാണ്, എന്നാലും ആ ഒരു ഭാഗം ഇതിലേക്ക് അറിയാലോ ഏത് ഭാഗമാണെന്ന്. നമ്മൾ എങ്ങനെയാണോ മുറിച്ചെടുത്ത് വെച്ചാൽ അതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് ഇതാ ഇതിൻ്റെ മേലേക്ക് ഈ കവറോട് ചുറ്റി റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് തെളിപ്പൊക്കെ വരും. ഇത് 2 രീതിക്ക് ഗ്രാഫ്റ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇതാണ് കാണിച്ചത്. അതിന് വേറെ ടാപ്പാന്ന് പറഞ്ഞ് മറ്റേ വീക്കട്ട് ഗ്രാഫ്റ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതാ ഇനി നമുക്ക് ചെടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അധികം താമസമില്ലാണ്ട് തന്നെ ബാക്കി ചെടികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ചെടികളൊക്കെ കൂടെ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പം ചെടികളില്ല, ആകെ 4-5 എണ്ണേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.